20 കൊല്ലത്തിന് ശേഷം അബ്ദുൾ റഹീം കോഴിക്കോട് ഫറൂഖിലെ വീട്ടിലെത്തിയിരിക്കുകയാണ്. സൗദി ജയിലിലെ 20 വർഷം നീണ്ട തടവ് ശിക്ഷ പൂർത്തിയാക്കി ജയിൽ മോചിതനായ അബ്ദുൾ റഹീം അല്പസമയം മുൻപാണ് കോഴിക്കോട് ഫറൂഖിലെ വീട്ടിലെത്തിയത്. രാവിലെ 7:31 കരിപ്പൂർ വിമാനത്താവളത്തിലാണ് അദ്ദേഹം വന്നിറങ്ങിയത്. അവിടെ നിന്ന് അദ്ദേഹം വീട്ടിലേക്ക് എത്തുകയായിരുന്നു. തിരൂരങ്ങാടി MLA വാഹനത്തിലാണ് അദ്ദേഹം വീട്ടിലെത്തിയത്. അതിവൈകാരിക രംഗങ്ങളാണ് നമ്മൾ ആ വീട്ടിൽ കണ്ടത്. അവിടെ കരഞ്ഞുകൊണ്ട് അബ്ദുൾ റഹീമിനെ സ്വീകരിക്കുന്ന കുടുംബാംഗങ്ങളെ കണ്ടു. അത് ആനന്ദ കണ്ണീരായിരുന്നു. ദിലീഷ തിലകൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദിലീഷ, നമ്മൾ കണ്ടതാണ് ആ കുടുംബത്തിന്റെ സന്തോഷം. എന്തൊക്കെയാണ് വിവരങ്ങൾ ദിലീഷ? തീർച്ചയായിട്ടും ഉന്മേഷ് പറഞ്ഞതുപോലെ തന്നെ വലിയ സന്തോഷത്തിൽ തന്നെയാണ് റഹീം ഇപ്പോൾ ഈ നിയമസഹായ സമിതിയിലെ ആളുകളെയും അതുപോലെ കുടുംബാംഗങ്ങളെയും എല്ലാം കെട്ടിപ്പിടിക്കുന്നതും അവർ സ്നേഹം പങ്കിടുന്നതിൻ്റെ എല്ലാം ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വലിയ സന്തോഷത്തിൽ തന്നെയാണ് റഹീം നിയമസഹായ സമിതി എല്ലാം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. റഹീം അതുപോലെ തന്നെ റഹീമിൻ്റെ ബന്ധുക്കൾ എല്ലാവരും നിറ കണ്ണുകളോടെ റഹീമിനെ ഇവിടേക്ക് സ്വീകരിക്കുകയുണ്ടായി. റഹീം ഉണ്ട് ഇവിടെ. റഹീം, എന്ത് തോന്നുന്നു? വളരെ സന്തോഷമായിരിക്കുന്നു. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഉമ്മയെ കണ്ടു, ഉമ്മയോട് സംസാരിച്ചു. വളരെ സന്തോഷം, എല്ലാവർക്കും സന്തോഷം. ഒരുപാട് താങ്ക്സ്. മറ്റു കുടുംബാംഗങ്ങളെ എല്ലാവരും കണ്ടോ? എന്താണ് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും. ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും. രണ്ട് സന്തോഷമായിരിക്കുന്നു. ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും. ഇന്നത്തെ പ്രതീക്ഷ ഇല്ലായിരുന്നു. ഇന്നലെ ആയിരുന്നു ലാസ്റ്റ് വിവരം കിട്ടിയത്. അവിടെ ലീവിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതെല്ലാം ഇതിന്റെ സഹകരിച്ച് പെട്ടെന്ന് ലീവ് മറികടന്നിട്ടാണ് പോകുന്നത്. ഹജ്ജിന്റെ ലീവ്. ഏതായാലും എല്ലാ ശുക്ർ ദൈവത്തിനും നാട്ടുകാർക്കും വളരെ സന്തോഷമായിരിക്കുന്നു. എല്ലാവർക്കും നന്ദി. ശരി ദിലീഷ, വലിയ സന്തോഷത്തിലാണ് റഹീമും ആ കുടുംബവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.